ഹലോ രാജമ്മ ചേച്ചി, ഞാനാ കനക. ഇന്നാണെങ്കിൽ കുടുംബശ്രീയിൽ ലോണിന്റെ കാര്യം സംസാരിക്കുക. ആ രമണിക്ക് കൊടുക്കുന്നത് ചേച്ചി ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ നിന്റെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ട്. ഇന്ന് ഞാനൊരു ലോൺ ചോദിച്ചപ്പോഴത്തേക്ക് ആ രമണി പറഞ്ഞത് ഞാൻ എടുത്താ കൊടുക്കത്തില്ല, അവക്ക് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവള് ലോൺ തരാതിരുന്നത്. അവക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവക്ക് ഇന്ന് ലോൺ കൊടുക്കുമ്പോൾ നമ്മളെ സമ്മതിക്കരുത്. ചേച്ചി, രാജമ്മ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുമോ? നിന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഞാൻ. ചേച്ചി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് റെഡിയാക്കി ചേച്ചിക്ക് ഞാൻ ലോൺ വാങ്ങിച്ചു തരാം. എനിക്ക് ലോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഒരു ചിലവങ്ങ് നിനക്ക് നടത്തും. പിന്നല്ലാതെ നിനക്കിപ്പോൾ ഒരു പൈസയുടെ അത്യാവശ്യം വന്നാൽ ഞാൻ അങ്ങോട്ട് തരും. ചേച്ചി, പിന്നെ ഒരുമിച്ച് വന്ന് കുടുംബശ്രീയിൽ കയറല്ലേ. ഒരുമിച്ച് വന്ന് അവളുമാർ പറയും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്ന വഴിക്ക് പ്ലാൻ ചെയ്ത് വന്നെന്ന് അവളുമാർ പറയും. ഞാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചേച്ചിയെ വിളിക്കാം. അപ്പം ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടാ. അല്ലെങ്കിൽ ഒരുമിച്ച് എന്ന് അവളുമാർ പറയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പം ലോണിൻ്റെ കാര്യം തർക്കിക്കുന്നതെന്ന്. അപ്പം കുടുംബശ്രീയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ലോണിനെ കുറിച്ചാണ്. രമണി ചേച്ചിയുടെ ലോൺ സാങ്ഷൻ ആക്കാൻ വേണ്ടി മിനിറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒപ്പിട്ടാൽ നമുക്കത് അടുത്ത ആഴ്ച തന്നെ എടുത്തു കൊടുക്കാം. പ്രസിഡന്റ്, എനിക്കിവിടെ ആർക്ക് ലോൺ കൊടുക്കണമെന്നാ കൊടുക്കണ്ടെന്നാ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഞാൻ കനക ലോൺ ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് അയ്യോ കനക ലോൺ വാങ്ങിച്ചാൽ അടയ്ക്കത്തില്ല, അയ്യോ കനക ലോൺ വാങ്ങിച്ചാൽ അടയ്ക്കത്തില്ല, കനകയ്ക്ക് ലോൺ കൊടുക്കണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. അന്ന് ഈ രമണിയും പറഞ്ഞു അയ്യോ കൊടുക്കല്ലേ എന്ന്. പിന്നെ എനിക്കെന്തൊരു ഉറപ്പുണ്ട് ഇന്ന് ലോൺ വാങ്ങിച്ച് നാളെ അവൾ അടയ്ക്കുമെന്ന്? അടയ്ക്കാതിരുന്നാലാ എൻ്റെ പൈസയും കൂടെ അല്ലേ പോണത്? അതെന്ത് എനിക്ക് ലോൺ തന്നാല്? അന്ന് കനകയ്ക്ക് ലോൺ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ കാരണം എന്തെന്ന് വെച്ചാൽ കനക ലോൺ അടയ്ക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാനങ്ങനല്ല. എനിക്ക് ലോൺ കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കനക പറഞ്ഞത് ശരിയാണ്. കാരണം കനകയ്ക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ വന്നതാണ്. അപ്പം ഞാനും ഒപ്പിടണമെന്ന് ആലോചിക്കുന്നുണ്ട്. ലോൺ തന്ന് നോക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ കൃത്യം അടയ്ക്കും. അല്ലാതെ എനിക്ക് ആരെയും പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. കനകയെ കണക്ക് ആ രാജമ്മ ചേച്ചിക്ക് ലോൺ കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ രാജമ്മ ചേച്ചിയുടെ കാര്യം ഒന്ന് പറയട്ടെ. ചേച്ചിക്ക് ലോൺ കിട്ടിയാ ചേച്ചി ഇതുവരെ എടുത്തിട്ടില്ല. രാജമ്മ ചേച്ചിക്ക് കൂടെ അപ്പം ഞാൻ ഒപ്പിട്ട് തരാം. രാജമ്മ ചേച്ചി, കനകയും രാജമ്മ ചേച്ചിയും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത് സംസാരിക്കുവാണോ? ഒപ്പിടാൻ താല്പര്യമില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ആര് പ്ലാൻ ചെയ്തു വന്ന്? നീക്ക് എന്തൊരു പറയുന്നു? ആര് പ്ലാൻ ചെയ്തു വന്ന്? രാജമ്മ ചേച്ചി ഞാൻ എന്തെങ്കിലും വിളിക്കുക പറയാ എന്തെങ്കിലും ചെയ്താ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ വിളിച്ചത് രാജമ്മ ചേച്ചിനാ? ഞങ്ങൾ അങ്ങനെ വിളിക്കാറ് സംസാരിക്കാറൊന്നുമില്ല. വേണേ എൻ്റെ ഫോൺ നോക്ക്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. കൂടുതൽ സംസാരിക്കണ്ട കേട്ടാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നേ അത് ഗ്രൂപ്പ് ഇട്ടപ്പോൾ പറയണമായിരുന്നു. കുടുംബശ്രീ ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണമായിരുന്നു. ഇന്ന് ആരും ഒന്നും പറഞ്ഞില്ല. മിനിറ്റ്സ് എഴുതി ഒപ്പിടാൻ നേരത്താണ് ഞാൻ എന്തായാലും ഒപ്പിട്ട് കൊടുക്കും. എല്ലാവരും ഒപ്പിട്ട് തന്നേ പറ്റൂ. ഇത് എൻ്റെ തീരുമാനമാണ്. എനിക്ക് എൻ്റെ ലോൺ കിട്ടണം. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇനി കനകയായാലും ആരായാലും. എന്നെ കുടുംബശ്രീന്ന് മാറ്റുമെന്ന്? എന്നാ മാറ്റടി, മാറ്റ്. അവള് മാറ്റുമെന്ന്? എനിക്ക് കുടുംബശ്രീയും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ പോവുകയാണ്. അല്ലെങ്കിലും എനിക്ക് ആരുടെ ഒരു ഔദാര്യവും വേണ്ട.